Dear learners, Almighty God may bless you. I welcome you to my 41st episode of English class. In this class, before I start my class, I have to say some general issues in spoken English. നമ്മൾ സാധാരണ ചാനലുകളിൽ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ചാനലുകളെ ആശ്രയിക്കുന്നുണ്ട്. ഞാൻ മറ്റുള്ളവരെയും കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മാത്രം ശരിയെന്ന് അവകാശവാദം ഉന്നയിക്കുകയോ ചെയ്യുകയല്ല. When we teach English, when we train English, we want some methods and rules. ഇംഗ്ലീഷിൻ്റെ നിയമങ്ങൾ അങ്ങനെ വിശദീകരിച്ചു കഴിഞ്ഞാൽ we cannot speak English. അങ്കലാവണ്യങ്ങൾ കാണിച്ചുകൊണ്ട് ഇംഗ്ലീഷിൻ്റെ നിയമങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുന്ന ഒരുപാട് സീനുകൾ ഇതങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ എ ടീച്ചർ ഷുഡ് സ്പീക്ക് ഇംഗ്ലീഷ്, എ ട്രെയിനർ ഷുഡ് സ്പീക്ക് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ആളുകൾ ഇംഗ്ലീഷ് ഉപയോഗിക്കണം, സംസാരിക്കണം. മലയാളത്തിൽ ഇങ്ങനെ പെടപെടാന്ന് പറഞ്ഞ് വിഷയങ്ങൾ നിയമങ്ങൾ പഠിച്ചു വെച്ചതുകൊണ്ട് വി കനോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്, വി കനോട്ട് റൈറ്റ് ഇംഗ്ലീഷ്, വി കനോട്ട് പ്രൊനൗൺസ് ഇംഗ്ലീഷ്. ബട്ട് ദ ലേണർ ഷുഡ് ഇമിറ്റേറ്റ് ദ ടീച്ചർ. ദാറ്റ് ഈസ് വൈ ടീച്ചർ ഷുഡ് ബി വെൽ പ്രൊഫിഷ്യൻറ്റ് ടു സ്പീക്ക്, ടു ടോക്ക് ഇംഗ്ലീഷ്. അതില്ലാതെ ഒരിക്കലും ഇംഗ്ലീഷ് ട്രെയിനറിൽ നിന്നോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്പീച്ച് ചെയ്യുന്ന ആളിൽ നിന്നോ ഒരിക്കലും നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയില്ല. സംടൈംസ് സം പേഴ്സൺസ് they explain the laws, they do not speak English. That is the problem in some channels. That is why the learner should observe how the speaker, how the teacher, trainer speak English, the laws. These laws should be used in spoken English. എന്ത് ചെയ്യണം? ഈ നിയമങ്ങളൊക്കെ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഉപയോഗിക്കണം. വി വാണ്ട് ദ സെൻറ്റൻസസ്. നമുക്ക് വാചകങ്ങൾ വേണം. ടീച്ചർ, ദ ട്രെയിനർ ഷുഡ് സ്പീക്ക് ഇംഗ്ലീഷ്. ദ ലേണർ ഷുഡ് ഇമിറ്റേറ്റ് ദ ടീച്ചർ ആൻഡ് ട്രെയിനർ. ദെൻ they should use these laws in sentences. We should use the words in sentence. ഇങ്ങനെയുള്ള ഡയറക്റ്റ് മെത്തേഡ് to learn English, to speak English, we want the direct method. A learner should hear the speech of the teacher. Then he has to imitate him. ഇങ്ങനെയുള്ള ജനറൽ ഐഡിയയിലൂടെ പോകുന്ന സമയത്ത് മാത്രമല്ലാതെ ഇംഗ്ലീഷിൽ ഈ വാചകത്തിന് മലയാളത്തിലൊരു വാചകം കൊടുത്തത് ഇംഗ്ലീഷ് എങ്ങനെ പറയാം എന്നൊക്കെ ചോദിച്ചാൽ ഒരു സെക്കൻഡ് ലാംഗ്വേജ് എന്നുള്ള നിലക്ക് ഇംഗ്ലീഷിൻ്റെ മുഴുവൻ കാര്യങ്ങളും ബൈഹാർട്ടാക്കിയാണ്ട് ഇംഗ്ലീഷ് പഠിക്കാനൊന്നും കഴിയില്ല. ദാറ്റ് ഈസ് വൈ ഫസ്റ്റ് ഓഫ് ഓൾ വി വാണ്ട് ദ വേർഡ്സ്, വാക്കുകൾ വേണം. ദെൻ വി ഹാവ് ടു യൂസ് ദീസ് വേർഡ്സ് ഇൻ സെൻറ്റൻസ്. വി ഹാവ് ടു യൂസ് ദ ലോസ് ഇൻ സെൻറ്റൻസ്. വി ഹാവ് ടു റെസ്പോണ്ട് ടു ദ ടീച്ചർ. ടീച്ചറോട് റെസ്പോണ്ട് ചെയ്യണം. അതിനകത്ത് ഉറക്കെ വായിക്കണം. ഇങ്ങനെയുള്ള രീതിയിൽ ആണ് നമ്മൾ സ്വന്തമായിട്ട് ഇംഗ്ലീഷ് പഠിക്കണം. എനിക്കുള്ളൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ചെറിയ പ്രായത്തിൽ എൻ്റെ ഒരു തമാശയിലുള്ളൊരു അനുഭവം പറയാം. ചെറിയ പ്രായത്തിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഹൈസ്കൂളിൽ നിന്ന് ഹയർ സെക്കൻഡറിയിൽ നിന്നൊക്കെ പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലും എന്തെങ്കിലും പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രസംഗമൊക്കെ ആണെങ്കിലും ശരി, ഞങ്ങളെ വീട് ഒരു വയൽ പ്രദേശത്താണ്. ഈ വയൽ പ്രദേശത്താകുന്ന സമയത്ത് അവിടെ ഒരു അരുവിയുണ്ട്, താഴ്ന്നു നിൽക്കുന്ന അരുവിയുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ ആ അരുവിയിൽ വെള്ളമില്ലാത്ത ടൈമിൽ ഇറങ്ങി നിന്നാണ്ട് ഈ മതിലിനെ നോക്കി ഇംഗ്ലീഷ് പറയുന്ന സമയത്തും അതേപോലെ പ്രസംഗിക്കുന്ന സമയത്തൊക്കെ ആ അരുവിയുടെ അടുത്ത് ഒരു വയലുള്ള ഒരു സ്ഥലത്ത്, വയലും തെങ്ങൊക്കെ ഉള്ള സ്ഥലത്ത് ഒരു മുഹമ്മദ് ക എന്ന് പറഞ്ഞൊരു പ്രായമായ ആൾ വരും. ആൾ വന്നിട്ട് ഒരു ദിവസം അങ്ങാടിയിൽ പോയിട്ട്, ദാമോദരൻ എന്ന് പറഞ്ഞ സുഹൃത്ത് ഉണ്ട്,
നമ്മളെ പിന്നെ വീട്ടിലുള്ള അഷ്റഫ് എന്ന പയ്യനെന്തോ മാനസികമായിട്ട് വിഷയമുണ്ട്, ഈ തോട്ടിലിറങ്ങിയിട്ട് ഇതൊക്കെ സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങാടിയിൽ ചെന്ന സമയത്ത് അതെന്നോട് പറഞ്ഞു, എന്താ അഷ്റഫ് എനിക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ, മാനസിക വിഷയമുണ്ട്, ഈ തോട്ടിൽ നിന്നാണ്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്ന് മമ്മദാക്ക പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഞാൻ ശരി അത് കേട്ടപ്പം ചിരിച്ചുപോയി. കാരണം സംടൈംസ് വി വിൽ നോട്ട് ഗെറ്റ് ദ അഡ്രസ് ടു സ്പീക്ക്. സംസാരിക്കാൻ ആളൊന്നും കിട്ടൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു പ്രൊനൗൺസ്, വി ഹാവ് ടു സേ സ്പീക്ക് ദിസ് വേർഡ്സ് ആസ് അവർ ഓൺ. സംടൈം ദർ വിൽ ബി ദ വാൾ ബിഫോർ അസ്. ചുമരാണ് നമ്മളെ മുമ്പിൽ ഉണ്ടാകുക. സംടൈം ദർ വിൽ ബി ദ ട്രീസ് ബിഫോർ അസ്. മരങ്ങളാണ് ഉണ്ടാകുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നോക്കിയിട്ട് ദർ ഇസ് ദ speaker, there is the addresser and addresser before me, that is why I am speaking English. അല്ലാതെ ഈ നിയമങ്ങൾ ഇങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാതെ വിശദീകരിച്ച് വെച്ചതുകൊണ്ടൊന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഹിയർ ദ ഇംഗ്ലീഷ് ഫ്രം ദ സ്പീക്കർ, ഫ്രം ദ ട്രെയിനർ ആൻഡ് ഫ്രം ദ ടീച്ചർ. ദെൻ വി ഹാവ് ടു ഇമിറ്റേറ്റ്. അത് അനുകരിക്കണം നമ്മുടെ ജീവിതത്തിൽ. പ്രസംഗമാണെങ്കിലും ഇംഗ്ലീഷ് സംസാരമാണെങ്കിലും ഒക്കെ. എന്നിട്ട് അത് ധൈര്യത്തിൽ ബോൾഡ്ലി യു ഹാവ് ടു സ്പീക്ക് ടു അതേഴ്സ്. അല്ല പടപടാന്ന് വിചാരിച്ച നിയമങ്ങൾ വിശദീകരിച്ച് കഴിഞ്ഞതുകൊണ്ട് അതിന് കുറേ നമ്മൾ പിന്നെ കേട്ടതുകൊണ്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും വ്യൂസ് ആയതുകൊണ്ടൊന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല. ബിക്കോസ് ഐ ഹാവ് ദ എക്സ്പീരിയൻസ് ഓഫ് 26 years ഇൻ ടീച്ചിങ് ഇംഗ്ലീഷ്. ദാറ്റ് ഈസ് വൈ ഫ്രം ദ റൂട്ട് കോസ് ലെവൽ we have to understand the laws, the words, and we have to apply these laws and words in English. First of all, the trainer should speak English. You have to give the response to the YouTubers to speak English. Otherwise, you cannot learn or speak English. Okay? Then I start my class. Now we are explaining, describing degree of comparison. Positive, comparative and superlative. Irregular, positive, irregular, comparative, irregular, superlative. We have to understand. ഇത് ഒരു എന്താണ് adjective. പക്ഷെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ക്ലാസ് വി ഹാവ് സ്റ്റഡിഡ് അബൌട്ട് വി ഹാവ് ടു add er or est for superlative. Here positive is irregular, comparatives irregular, then superlatives irregular. ഇത് നമ്മൾ പ്രത്യേകമായിട്ട് പഠിക്കുക. സ്പെഷ്യലി particularly we have to study all this. Just like dictation, we have to by heart all these words. കാരണം ഇവിടെ ER കൂട്ടിയാൽ അല്ലെങ്കിൽ മോറൊന്നും കൂട്ടിയാൽ പോരാ, അല്ലെങ്കിൽ മോസ്റ്റോ അല്ലെങ്കിൽ ESTO കൂട്ടിയാൽ പോരാ. അപ്പോൾ അതെന്താണ്? ഇത് കവിത പഠിക്കുന്നത് പോലെ തന്നെ പഠിച്ച് മനസ്സിൽ അവിടെ വെക്കണം. നിങ്ങൾക്കാണ്ട് വി ഹാവ് ടു യൂസ് ഓൾ ദിസ് ഇൻ സെൻറ്റൻസ്. അപ്പം എക്സാമ്പിൾ നോക്കുക. ഗുഡ്, വെൽ. ഗുഡ്, വെൽ. ഗുഡ് എന്നാണ് നല്ലത് എന്നാണ്. വെൽ എന്ന് പറഞ്ഞാൽ നല്ലത്. അപ്പോൾ ഈ ഗുഡ്, വെൽ എന്ന കമ്പാരിറ്റീവ് ബെറ്റർ ആണ് എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പഠിക്കും. ഗുഡ്, വെൽ അതിൻ്റെ കമ്പാരിറ്റീവ് ബെറ്റർ ആണ്. അതിൻ്റെ സൂപ്പർലേറ്റീവ് ബെസ്റ്റാണ്. അപ്പം എന്താണ് ഇത്? നല്ലത്, കുറച്ചുകൂടി നല്ലത്, ഏറ്റവും നല്ലത്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. എന്താണ്? ഹീസ് ഗുഡ്, ഹീസ് ഗുഡ്. അദ്ദേഹം നല്ലയാണ്. ഉദാഹരണം, വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ഇൻ സെൻറ്റൻസ്. ഹീസ് വെൽ, അയാൾ നല്ല സുഖത്തിലിരിക്കുന്നയാളാണ്. ഇത് നമ്മൾക്ക് ഗുഡർ, വെല്ലർ എന്ന് ഉപയോഗിച്ചിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുക, ആക്കി മാറ്റുക. അതിന് വേറൊരു വാക്ക് തന്നെ നമുക്ക് കിട്ടണം. ബെറ്റർ, കുറച്ചുകൂടി നല്ലത് എന്നാണ് അതിൻ്റെ മലയാളം. ഹിസ് ബെറ്റർ ദാൻ ഹിസ് ബ്രദർ. ഹിസ് ബെറ്റർ ദാൻ ഹിസ് ബ്രദർ. ബെറ്റർ ദാൻ, കുറെ കൂടി നല്ലയാൾ. അപ്പം ഈ ഗുഡിൻ്റെയും വെല്ലിൻ്റെയും കമ്പാരിറ്റീവ് ബെറ്റർ ആണ് എന്ന് ബൈഹാർട്ടാക്കണം.
ചില വാക്കുകൾ ഇംഗ്ലീഷുകാരങ്ങനെ ഉപയോഗിച്ചു. ബ്രിട്ടീഷേഴ്സ് യൂസ്ഡ്, ദാറ്റ് ഈസ് വൈ യു ഹാവ് ടു ഇമിറ്റേറ്റ്. അതിൻ്റെ നിയമങ്ങളൊന്നും ചോദിക്കണം. എന്താണ്? ഹീസ് ദ ബെസ്റ്റ് മാൻ ഇൻ ഹിസ് ഫാമിലി. ഹീസ് ദ ബെസ്റ്റ് മാൻ ഇൻ ഹിസ് ഫാമിലി. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഏറ്റവും നല്ല ആൾ അദ്ദേഹം. Once more, he is good. He is well. He is better than his brother. അവിടെ എന്നാൽ ഗുഡർ വെല്ലർ എന്നൊന്നും ഉപയോഗിച്ചിട്ടില്ല. അത് ബെറ്റർ എന്ന് പഠിക്കും. ഹി ഈസ് ദ ബെസ്റ്റ് മാൻ ഇൻ ഹിസ് ഫാമിലി. ദ ബെസ്റ്റ് മാൻ ഇൻ ഹിസ് ഫാമിലി. അതങ്ങനെ തന്നെ ഉദാഹരണ സഹിതം പഠിക്കും. നോക്കുക. ബാഡ്, ഈവിൾ, ഇൽ, ഇതിനൊക്കെ ഏകദേശം ഒരു അർത്ഥം തന്നെയാണ്. ഇതൊക്കെ ആഡ്ജക്റ്റീവുകൾ. ബാഡ് എന്ന് പറഞ്ഞാൽ ചീത്ത എന്ന്, ഈവിൾ എന്ന് പറഞ്ഞാൽ ചീത്ത എന്ന്, ഇൽ എന്ന് പറഞ്ഞാൽ ഇൽ മൈൻഡഡ്, ചീത്ത മനസ്സുള്ള ആൾ എന്നാണ്. അപ്പം നമ്മൾ എന്താണ് ഈ ആഡ്ജക്റ്റീവിനൊക്കെ നമ്മൾ എന്താണ്, ഇറ്റ് ഈസ് ബാഡ്, ഇറ്റ് ഈസ് ബാഡ്, അത് ചീത്ത. ദ പിഗ് ഈസ് എ ബാഡ് ആനിമൽ. ഇറ്റ് ഈസ് വേഴ്സ് ദാൻ എ ഡോഗ്. ഇറ്റ് ഈസ് വേഴ്സ് ദാൻ എ ഡോഗ്. ഇവിടെ ഇതിൻ്റെ എന്താണ് കമ്പാരിറ്റീവ്? വേഴ്സ് എന്നാണ്. വേഴ്സ്, വേഴ്സർ എന്നൊന്നും പഠിക്കുക. ഇറ്റ് ഈസ് വേഴ്സ്. ആ വേഴ്സ് പഠിക്കണം. കുറച്ചും കൂടി ചീത്തയാണ്. ഇറ്റ് ഈസ് വേഴ്സ് ദാൻ എ ഡോഗ്. അപ്പം അന്നീ നായയേക്കാൾ ചീത്തയാണ്. ഇറ്റ് ഈസ് ദ വേഴ്സ്റ്റ് ആനിമൽ. ഇറ്റ് ഈസ് ദ വേഴ്സ്റ്റ് ആനിമൽ. ഏറ്റവും വൃത്തികെട്ട, നമുക്കറിയാം അങ്ങാടിയിലും മറ്റും മറിച്ചൊക്കെ വേസ്റ്റ് സാധനങ്ങൾ തിന്ന് കണ്ടാൽ വൃത്തികെട്ട. ഇറ്റ് ഈസ് ദ വേഴ്സ്റ്റ് ആനിമൽ. ഏറ്റവും മോശമായ ജീവി. അപ്പം ബാഡ് ആഡ്ജക്റ്റീവ്. വേഴ്സ് കമ്പാരിറ്റീവ് വേറൊന്നും. ഇത് പ്രത്യേകമായിട്ട് പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്നതുകൊണ്ട് ഇത്ര ശ്രദ്ധിക്കുക. വേഴ്സ്റ്റ്, ദ വേഴ്സ്റ്റ് ആനിമൽ, ദ വേഴ്സ്റ്റ് അറ്റ്മോസ്ഫിയർ, ദ വേഴ്സ്റ്റ് സർക്കംസ്റ്റാൻസ്, ദ വേഴ്സ്റ്റ് എൻവയൺമെൻറ്റ്, ദ വേഴ്സ്റ്റ്. ലിറ്റിൽ, ശ്രദ്ധിക്കുക. ഇത് എക്സാമ്പിൾ, ചെറുത് എന്നാണ് അർത്ഥം. ഇറ്റ് ഈസ് ലിറ്റിൽ. The mouse is little. The mouse is little. ചെറുതാണ്. A little mouse. ഒരു ചെറിയ എലി. അതിനെന്താണ് ആ ചെറിയ എന്നുള്ള ലിറ്റിൽ എന്നുള്ളതിൻ്റെ നമ്മളെന്ത് എല്ലാം കുറച്ച് എന്നുള്ളതൊക്കെയാണ്. അതേപോലെ അതിൻ്റെ ലെസ്, ലെസർ, ലെസ് എന്ന് നമ്മൾ it is lesser, less than that. It is less than that. It is lesser than that. It is lesser than that. And the climate is not well. A little hot. A little hot. കുറച്ച് ചൂടാണ്. It is lesser than previous. It is less than previous. മുമ്പത്തേക്കാൾ കുറവാണ്. മുമ്പത്തേക്കാൾ കുറവാണ്. ലെസ്സും ലെസറും ഉപയോഗിക്കും. ലീസ്റ്റ്, ലീസ്റ്റ് ഏറ്റവും കുറവ്. എ ലീസ്റ്റ് എക്സ്പെൻസീവ് പെൻ. ദ ലീസ്റ്റ് എക്സ്പെൻസീവ് പെൻ. ഏറ്റവും കുറഞ്ഞ വിലയുള്ളത്. ദ ലീസ്റ്റ് ഹോട്ട് അറ്റ്മോസ്ഫിയർ. ദ ലീസ്റ്റ് ഹോട്ട് അറ്റ്മോസ്ഫിയർ. കുറഞ്ഞ ചൂടുള്ള കാലാവസ്ഥ. ഏറ്റവും കുറഞ്ഞ. ലിറ്റിൽ കുറവ്, ലെസ് കുറച്ചുകൂടി കുറവ്, ലെസർ അത് തന്നെ കുറച്ചുകൂടി കുറവ്, ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞ. ലിറ്റിൽ ഹോട്ട് കുറഞ്ഞ ചൂട്, or little heat. A lesser hot. It is lesser than previous. It is lesser than
പ്രീവിയസ്. ആ ചൂട് മുമ്പത്തേക്കാൾ കുറച്ചുകൂടി കൂടി കുറവ്. ഇറ്റ് ഈസ് ദ ലീസ്റ്റ് ഹോട്ട്. ഇസ് ദ ലീസ്റ്റ് ഹോട്ട്. മുമ്പത്തേക്കാൾ അധികം ചൂട് കുറവാണ്. ലീസ്റ്റ്. മച്ച്. മച്ച് എന്ന് പറഞ്ഞാൽ കൂടുതൽ. ഇറ്റ് ഈസ് മച്ച് ഫോർ യു. ഇറ്റ് ഈസ് മച്ച് ഫോർ യു. ഇറ്റ് ഈസ് മച്ച് ഫോർ യു. അത് നിനക്ക് കൂടുതലുണ്ട്. അത് ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മച്ച് ഉപയോഗിക്കുന്നത്. The sugar is much in the tea. The sugar is much in the tree. In the tea. ചായയിൽ ഷുഗർ ഉണ്ട്. നമ്മൾ എന്താ പറയുക? ഇറ്റ് ഈസ് മോർ ദാൻ ടീ പൗഡർ. ഇറ്റ് ഈസ് മോർ ദാൻ. ഷുഗർ ഈസ് മോർ ദാൻ ടീ പൗഡർ. ചായപ്പൊടിയേക്കാൾ പഞ്ചസാര കൂടുതലുണ്ട്. മോർ ദാൻ. It is the most. Sugar is the most in the tea. Sugar is the most in the tea. ചായയിൽ നല്ല പഞ്ചസാര ഉണ്ട്. നല്ല പോലെ പഞ്ചസാര ഉണ്ട്. മച്ച്. ഷുഗർ ഈസ് മച്ച് ഇൻ ദ ടീ. ചായയിൽ കൂടുതൽ പഞ്ചസാര ഉണ്ട്. ഇറ്റ് ഈസ് മോർ ടീ പൗഡർ. ചായയേക്കാളുണ്ട്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഷുഗർ. മോസ്റ്റ് ഷുഗർ ഇൻ ദ ടീ. അങ്ങനെ പറയാൻ വേണ്ടി നമ്മൾ ഇവിടെ മച്ചർന്നോ മച്ചസ്റ്റ് എന്നൊന്നും ഉപയോഗിക്കില്ല. അതിന് വേറൊരു വാക്ക് തന്നെ ഉപയോഗിക്കും. മെനി. ദി ട്രീസ് ആർ മെനി. ദർ ആർ മെനി ട്രീസ് ഇൻ ദ ഫോറസ്റ്റ്. ദർ ആർ മെനി ട്രീസ് ഇൻ ദ ഫോറസ്റ്റ്. It is more than in a jungle. More. It is more than in a jungle. ഒരു കുറ്റിക്കാട്ടിലേക്കാൾ കൂടുതൽ. More than. അപ്പം അതിൻ്റെ ഒക്കെ എന്താണ്? ദാൻ്റെ മുമ്പിൽ എന്ത് ഈ ഇതൊക്കെ ഇവിടെ ഒക്കെ ദാൻ വരും. പക്ഷേ എന്താണ്? ERO ESTO എന്നല്ല ഉപയോഗിക്കുക. ശ്രദ്ധിക്കുക. Many. ഇത്ര എണ്ണങ്ങൾ. There are many trees in a ഫോറസ്റ്റ്. ഒരു കാട്ടിൽ കുറേ മരങ്ങളുണ്ട്. ഇറ്റ് ഈസ് മോർ ദാൻ ഇൻ എ ജംഗിൾ. ഒരു കുറ്റിക്കാട്ടിലുള്ളതിനേക്കാൾ കൂടുതലുണ്ട്. ദർ ആർ ദ മോസ്റ്റ് ട്രീസ് ഇൻ ദാറ്റ് ഫോറസ്റ്റ്. ദർ ആർ ദ മോസ്റ്റ് ട്രീസ് ഇൻ ദാറ്റ് ഫോറസ്റ്റ്. ഒരുപാട് കൂടുതൽ മരങ്ങളുണ്ട്. ദ മോസ്റ്റ്. അപ്പോൾ അതെന്താണ്? ഈ മച്ചിൻ്റെ ഇത് കമ്പാരിറ്റീവ് മോറാണെന്ന് പഠിക്കണോ അത് മോസ്റ്റ് ആണെന്ന് വേറെ മാറിയെന്ന് പഠിക്കണം. മെനിയുടെ എണ്ണുന്നതിൻ്റെ അഡ്ജക്റ്റീവ് നമ്മൾ പഠിക്കണം. അതേപോലെ അത് കമ്പാരിറ്റീവ് മോറാണെന്ന് പഠിക്കണം. അതിൻ്റെ സൂപ്പർലേറ്റീവ് മോസ്റ്റ് ആണെന്ന് പഠിക്കണം. പിന്നെ ലേറ്റ് എന്നതിനേക്കാണെങ്കിൽ വൈകി എന്നാണ്. ലേറ്റസ്റ്റ്, ലാസ്റ്റ്. നമ്മൾ പ്രത്യേകമായിട്ടുള്ള ഉദാഹരണത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകം ആ രീതിയിൽ വിശദീകരിക്കും. ഫാർ, ദൂരത്ത്. ഫാർദർ, മറ്റേതിനേക്കാൾ കുറച്ച് ദൂരത്ത്. ഫാർദസ്റ്റ്, ഏറ്റവും ദൂരത്ത്. ഇതിൻ്റെ പ്രയോഗം നമ്മൾ ഉദാഹരണ സഹിതം പ്രത്യേകം പഠിപ്പിക്കും. ഓൾഡ്, പ്രായമായ. ഓൾഡ്, കുറച്ചുകൂടി പ്രായമായിട്ട്. അത് എൽഡർ എന്നുള്ള അവസ്ഥയിലേക്ക് എപ്പോഴും മാറും. അതേപോലെ ഓൾഡസ്റ്റ്, ഏറ്റവും പ്രായം കൂടിയ. എൽഡസ്റ്റ്, ഏറ്റവും ഉയർന്ന പ്രായമുള്ള. അപ്പ്, ഉയരത്തിൽ. ഷീ വെന്റ് ടു ദ അപ്പർ പാർട്ട് ഓഫ് ദ ട്രെയിൻ. ഹി വെന്റ് അപ്പ്, ഉയരത്തിലേക്ക് പോയി. നൗ ഷീസ് ഇൻ അപ്പർ ബർത്ത്. നൗ ഷീസ് ഇൻ അപ്പർ ബർത്ത്. അപ്പർ ബർത്തിലാണുള്ളത്. അതേപോലെ നൗ
He's in uppermost position. Now she is in uppermost position. At upmost or uppermost position. ഈ രീതിയിൽ ഇവിടെ ഉള്ളത് എന്താണ്? ആഡ്ജക്റ്റീവ്സ്. ഈ ആഡ്ജക്റ്റീവ്സിൻ്റെ comparative we have to by heart. Then we have to by heart all superlatives. Then we have to use all this in sentence, and we have to speak boldly. Then we can use all this in English. എന്താണ് പറയുന്നത്? ഇത് നമ്മൾ പ്രത്യേകമായിട്ട് ബൈ ഹാർട്ട് പഠിക്കണം. ഗുഡ്, വെൽ, ബെറ്റർ, the best, bad, evil, worse, worst, little, less, lesser, least, much, more, most, many, more, most, late, later, later, latest, last, late, far, farther, farthest, old, older, elder, oldest, eldest, up, upper, uppermost. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ കുറേ കൂടി അതിൻ്റെ ഉള്ളിലേക്ക് we have to go to the inner part of all these adjectives. Then we want the clear cut idea about adjectives, comparative and superlative. That is why the next episode I would like to explain all the examples of the comparative and superlative. Adjective, comparative and superlative. This positive. There are 3 parts for adjectives. Adjective in 3 രൂപങ്ങളുണ്ട്. One is positive, then comparative and superlative. That is why we have to understand very keenly the inner part of this. The next episode I would like to introduce you the some more examples for this adjective for positive, comparative and superlative. Okay, I conclude my class here.